നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ നല്ല രാത്രി നിശബ്ദതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. കടന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസിദാസന്മാർക്കും കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന കർത്താവിൻ ബഹുമാന്യ ദൈവഭൃത്യന്മാർക്കും വിശേഷാൽ ഈ ടീമിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ലൂക്കോസ് അവറുകൾ, തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കർത്താവിന്റെ ദാസന്മാർ, ആമേൻ, ദൈവമക്കൾ എല്ലാവർക്കും പ്രത്യേകമായ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും കർത്താവിന്റെ നാമത്തിന് അറിയിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യായിരിക്കാനിടയായി ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മധ്യ ഇന്ന് രാത്രി ദൈവം പകരട്ടെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മുറ്റത്ത് നടക്കുന്ന ഈ കൺവെൻഷൻ യോഗത്തിൽ ആമേനെ ഇവിടെ ക്ഷണിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ അവസരം ലഭിച്ചത് ഞാൻ വളരെയേറെ ആനന്ദിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തെ നമുക്ക് ആയിരിക്കുന്നു. ഇവിടെ ആര് പ്രസംഗിക്കുന്നു, ആരിയ്ക്കുന്നു, എടുത്തു വലത്ത് ആരിപ്പുണ്ട്, ഹോള് നിറച്ച ആളിരിപ്പുണ്ടോ, ഈ പന്തം നിറച്ച ആളിരിപ്പുണ്ടോ, ഒന്നും പ്രശസ്തമായ ചോദ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം. അതിപ്രധാന വിഷയം നമ്മുടെ വീണ്ടെടുപ്പുകാർ നമ്മുടെ മധ്യ നടകൊള്ളുകയാണ്. 7 പൊൻകല വെളുക്കണമെന്ന് മധ്യ നിലങ്കി ധരിച്ചവനായി, മാനത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോർത്ത സദൃശക്കാരുള്ളവനായി, അഗ്നി ജ്വാലിക്കത്ത കണ്ണുള്ളവനായി, നടകൊള്ളുന്ന വലിയവനായി കർത്താവിന്റെ കാലൊച്ച കണ്ണുവടത്ത് കേൾക്കുമ്പോൾ വൈടച്ചു മൗനമായിരിക്കാതെ, മിണ്ടാതെ അപമാനിക്കാതെ ശബ്ദമുയർത്തി ആരാധിക്കുന്ന ഒരു അധരത്തിലുടമയാണ് നാമെങ്കിൽ വന്നതുപോലെ പോകാതെ അനുവദിക്കത്തില്ല. നമ്മുടെ ജീവന്റെ സൗഖ്യം പകരുവാൻ, ജീവന്റെ ചൈതന്യം പകരുവാൻ, ദേശത്തെ വിടിവിക്കുവാൻ കർത്താവ് വാനസേനയുമായി ശക്തന്മാരെ ദൂതസന്ധ്യയുമായി അവൻ രാത്രി നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ സ്നേഹിതന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹത്തെ, വന്ദനത്തെ കർത്താവ് നാമത്തെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? രാജാവായി പിറന്നവനായ ക്രിസ്തു. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ 66 ഗ്രന്ഥങ്ങളെ 2ആയി തിരിച്ച് പഠിക്കുവാനായി കഴിയും. ആദ്യത്തെ 39 ഗ്രന്ഥങ്ങളെ പഴയ നിയമമായും അവിടെ നിന്ന് 27 ഗ്രന്ഥങ്ങളെ പുതിയ നിയമമായി നമുക്ക് കാണുവാനായി കഴിയും. ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, ബൈബിൾ ജീവനുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള നിർണയം വ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് രാവിലെ തോറും വീഴുന്ന പത്രം എടുത്ത് വായിച്ചാൽ നാളത്തെ വാർത്ത കാണാൻ പറ്റുകയില്ല. ഇന്നലത്തെ വാർത്തയാണ് ഇന്നത്തെ വാർത്തയായി വെളിപ്പെടുന്നത്. എന്ന വിശുദ്ധ ബൈബിൾ വിരൽ വെച്ച് വിനോദിക്കുന്ന ഒരു ദൈവത്തിന്റെ കുഞ്ഞിന് കാണാൻ കഴിയുന്നത് ഇന്നലത്തെ വാർത്തയല്ല, നാളത്തെ വാർത്ത ഇന്നൊന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. നാളെ ഭൂമിക്ക് എന്ത് ഭവിക്കും, നാളെ മനുഷ്യകുലത്തിന് എന്ത് സംഭവിക്കും, നാളെ ആകാശത്തിന് എന്ത് സംഭവിക്കും, കടലിന് എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്ന, വ്യക്തമായി കുറിച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ട പ്രേമലേഖനമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ പാപത്തിന്റെ ഇരുണ്ട രാത്രിയിൽ വഴിതെറ്റിപ്പോയിരിക്കുന്ന യാത്രകന് വെളിച്ചം പകരുന്ന ഒരു വിളക്കാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. പോരാ, അവൻ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന കുടുംബ ജീവിതത്തിന് നങ്കൂരം പകരുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ഇന്ന് രാത്രി ആത്മാവ് വിശന്നിരിക്കുന്നവൻ ആത്മാവിന്റെ ജീവന്റെ അപ്പമായി, ദാഹിച്ചിരിക്കുന്നവർക്ക് ജീവന്റെ ഉറവയായി ഇന്ന് രാത്രിയും ശക്തമായി ചലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാകിയാൽ ഈ രാത്രി നഗത്തിന്റെ ശബ്ദം കേൾക്കുന്ന സകലരോട് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രബോധനം നൽകുകയാണ്. സ്തോത്രം. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്ന ദൈവം സൃഷ്ടാവായ ദൈവത്തെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നത് ആദിയിൽ ദൈവം
ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. വിശുദ്ധ ബൈബിളിന്റെ ആരംഭം കുറിക്കുന്നത് ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അവസാന ഭാഗത്ത് വായിക്കുന്നത് ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും ദൈവത്തെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഏക ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. ഇന്ന് ലോകത്ത് അനവധി ദൈവങ്ങളെ കാണുവാൻ കഴിയും. സ്വയമായി ദൈവമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അവൻ നിത്യനായ ദൈവമാണ്, സർവത്തിന്റെ ഉടമസ്ഥനായ ദൈവമാണ്. ഇന്ന് രാത്രിയുടെ ശബ്ദം കേൾക്കുന്ന പ്രിയ വാത്സല്യ സ്നേഹിത, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ നിത്യനായ ദൈവം ഉണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം. എന്താണ് സർവശക്തി എന്ന് പറയുന്നത്? എല്ലാം ചെയ്യാൻ കഴിയുന്നവൻ. തനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ലാത്തവനാരോ അവനാ സർവശക്തൻ. സ്തോത്രം. എന്ന് വെച്ചാൽ എന്റെ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, നിന്റെ മേൽ കിടക്കുന്ന കടുങ്കെട്ട് എത്ര ശക്തിയുള്ളതാണെങ്കിലും, ആ കടുങ്കെട്ട് പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുവനാണ് സർവശക്തനായ ദൈവം. പ്രകാരം വായിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒന്നുമില്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം. ഈ രാത്രി അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം രാത്രിയുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. സർവശക്തനായവൻ. ഇന്ന് രാത്രി നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമാകട്ടെ, ഏത് ഭാരമാകട്ടെ, ഏത് കടുങ്കട്ടാകട്ടെ, ആ ജീവിതത്തിന്റെ മേഖലയിൽ ഇറങ്ങി വന്നത് തൊട്ട് വിടുവിക്കാൻ കഴിയുന്ന, തൊട്ട് സൗഖ്യമാക്കാൻ കഴിയുന്ന, തൊട്ട് നിന്നെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. രണ്ടവൻ സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയാണ്. ഞാൻ ആരാധിക്കുന്ന യേശു സർവജ്ഞാനിയാണ്. സ്തോത്രം. എല്ലാം അറിയുന്നവനും തനിക്കറിയാൻ കഴിയാത്ത ഒന്നുമില്ലാത്തവനാരോ അവനാണ് സർവജ്ഞാനി. സ്തോത്രം. സർവജ്ഞാനി എന്ന് വെച്ചാൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ. സ്തോത്രം. നമ്മളെ അറിയേണ്ട പലരും അറിയാതെ മാറി നിന്ന് നമ്മുടെ തകർച്ച കാണാൻ കാത്തിരിക്കുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മെ സഹായിക്കാൻ, സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ, വിടുവിക്കാൻ, നമ്മെ പണിയാൻ കഴിയുന്ന ഒരു സർവ്വജാതിയായ ദൈവം. അവൻ സർവ്വവ്യാപിയാണ്. സ്തോത്രം. എല്ലായിടത്തും ഉള്ളവനും ഒരു സമയത്ത് അവൻ ഒരിടത്തും അവൻ ഇല്ലാതിരിക്കുന്നവനുമായ അവനാരോ അവനാണ് സർവ്വവ്യാപി. സ്തോത്രം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, അവൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയാൽ നീ അവിടെയുണ്ട്, ഇരുട്ട് വന്നെന്നെ മൂടട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുന്നില്ല. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. സ്തോത്രം. നിത്യനായ ദൈവം. നിത്യനായ ദൈവം. ആമേൻ. മനുഷ്യരാൽ നിർമ്മിതമായ ഒരുവനല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയത്തിന് അധീനനായ ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന കർത്താവാണ്. സമയത്തിന് അധീനനായവൻ. ഇന്ന് രാത്രി മനുഷ്യൻ നിർമ്മിച്ച ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഉയർത്തുന്നത്. ഈ ലോകത്തിലെ പലമാതിരി മനുഷ്യരുകൾ പലമാതിരി ദൈവങ്ങളെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉയർത്തുന്ന കർത്താവ് സൃഷ്ടാവായ നിത്യനായ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ സർവജ്ഞാനിയായ, സർവശക്തനായ, സർവവ്യാപിയായ, നിത്യനായ ദൈവം അവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഈ ലോകത്ത് അവൻ എവിടെ പോയാലും രണ്ടാമനെ കാണാനായിരിക്കും. രണ്ടാമനെ. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ ഇല്ലെങ്കിൽ ആദ്യം ഡെപ്യൂട്ടി പ്രൊഫസറെ കാണാനായി പറ്റും. ഒരു കോളേജിൽ ചെന്ന പ്രിൻസിപ്പൾ ഉണ്ട്, പ്രിൻസിപ്പൾ അവധിയാണെങ്കിൽ വൈസ് പ്രിൻസിപ്പളെ കാണാൻ കഴിയും. കളക്ടർ ഓഫീസിൽ ചെന്ന കളക്ടർ അവധിയാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ കഴിയും. എന്നാൽ രണ്ടാമൻ ഇല്ലാത്ത ഒന്നാമനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവരൊപ്പം പറയാൻ ആരുമില്ല, അവരെ പോലെ ആരാധ്യൻ ആരുമില്ല. ആകയാൽ ഒന്നാമനായ ദൈവത്തെ ആരാധിപ്പാൻ ഈ ദേശവാസികളെ സ്നേഹത്തോട് സ്തോത്രാഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം പുതിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ വർണ്ണിക്കുന്ന
മനോഹരമായ ഗ്രന്ഥമാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 1-2 അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രാജകീയമായ ജനനത്തെ കാണുവാൻ കഴിയും. 3-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രാജകീയമായ സ്നാനത്തെ കുറിച്ച് കാണുവാൻ കഴിയും. 4-ാം അധ്യായത്തിൽ യേശുവിന്റെ രാജകീയമായ പരീക്ഷയുടെ മേലുള്ള ജയവും കാണുവാൻ കഴിയും. 5, 6, 7 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രാജകീയമായ പ്രഭാഷണം കാണുവാൻ കഴിയും. 8 മുതൽ 25 വരെ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രാജകീയമായ ശുശ്രൂഷയുടെ വ്യാപനം കാണുവാനായി കഴിയും. 26-ാം അധ്യായത്തിൽ യേശുവിന്റെ രാജകീയമായ വിസ്താരം കാണുവാൻ കഴിയും. 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ രാജകീയമായ മരണവും യേശുവിന്റെ രാജകീയമായ അടക്കവും കാണുവാൻ കഴിയും. എന്നാൽ 28-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ രാജകീയമായ ഉയർത്തെഴുന്നേൽപ്പ് വർണ്ണിച്ചുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് യേശു കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയവനല്ല, കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ട ഒടുങ്ങിപ്പോയവനല്ല. ഉലകമകാന്മാർ അഖിലരും കല്ലറയ്ക്കകത്ത് ഒതുങ്ങി കിടക്കുമ്പോൾ മരണവേദന പാതാളവേദന വിഷയപ്പെടവിടെ എന്ന് മരണത്തെ പാതാളത്തെ വെല്ലുവിളിച്ച് അരിമത്തിലെ ജോസഫിന്റെ കല്ലറയെ എന്നേക്കുമായി തുറന്ന് ഉയർത്തെഴുന്നേറ്റ രാജാവാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. യേശു കർത്താവ് അവൻ രാജാവാണ്. മത്തായി തന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ചിട്ടയോടെ അടുക്കോടെ വ്യക്തമാക്കുന്ന കാര്യം നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്. എങ്ങനെയാണ് മത്തായി എന്ന് പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ 2-ാമത്തെ വാക്യം, 2-2. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ജനനത്തിൽ തന്നെ രാജാവാണ്, ജനനത്തിൽ തന്നെ രാജാവാണ്. ലോക ചരിത്രത്തിൽ അനേക രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്, അനേക രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. ചിലർ യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കി രാജാക്കന്മാരായവരുണ്ട്. ചില ജനങ്ങളുടെ പിന്തുണ കൊണ്ട് അധികാരം പ്രാപിച്ച് രാജാക്കന്മാരായവരുണ്ട്. ചിലർ പിതാവിന്റെ സിംഹാസനത്തിന്റെ അവകാശം ഏറ്റെടുത്ത രാജാവായവരുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ രാജാവായി ജനിച്ചിട്ടുള്ള ഒരുവനുള്ളൂ, അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. സ്തോത്രം. ജനിച്ചത് രാജാവായി ജനിച്ചവൻ. സ്തോത്രം. ഈ ലോകത്ത് മറ്റു പലരും ജനിച്ചതിന് ശേഷം രാജാവായിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു ജനിച്ചത് രാജാവായിട്ടാണ്. സ്തോത്രം. വിദ്വാൻ നടന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു, നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. ഹേരോദാവ് ഇത് കേട്ട ഉടനെ ഞെട്ടുവാനിടയായിത്തീർന്നു. ഹേരോദാവും യെരൂശലേമൊക്കെയും ഭ്രമിച്ചുപോയി, ഭയപ്പെട്ടുപോയി. ശ്രദ്ധിച്ച്, ഒരു കുഞ്ഞ് ജനിച്ചെന്ന് കേട്ടപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് ഭയപ്പെടാൻ കാര്യമെന്താ? സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ലോകത്തിലെ രാജാക്കന്മാർക്ക് രാജത്വം തെളിയിക്കാൻ കിരീടം വേണം, ചെങ്കോൽ വേണം, സിംഹാസനം വേണം, സൈന്യം വേണം, അരമന വേണം, ജനങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ ഇവിടെ സ്തോത്രം, ബെത്ലഹേമിൽ ജനിച്ചൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് യേശുവിന്റെ തലയിൽ കിരീടമില്ല, സൈന്യമില്ല, താമസിക്കാൻ കൊട്ടാരമില്ല, കിടക്കുവാൻ സ്വർണ്ണ തൊട്ടിലില്ല, ജനത്തിന്റെ പിന്തുണയില്ല. എന്നിട്ട് രാജാവ് ഭയപ്പെടാൻ ഒരൊറ്റ കാരണം, ഇവിടെ ജനിച്ചിരിക്കുന്നത് വെറും ഒരു രാജാവല്ല, ഉലകത്തിന്റെ രാജാവായ രാജാവാണ്. സ്തോത്രം, സ്തോത്രം. ഹേരോദാവും യെരൂശലേമും ഭ്രമിച്ചുപോയി, ഭയപ്പെട്ടുപോയി, ഭയപ്പെട്ടുപോയി. എന്താ കാര്യം? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. ഒരിക്കൽ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേയോടുള്ള ബന്ധത്തിൽ അവിടെ മാതാപിതാക്കൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിരീടം വാങ്ങിക്കൊടുക്കുവാനിടയായി. കുഞ്ഞ് കിരീടം ധരിച്ച ഉടനെ രാജപ്രൗഢി നടക്കുകയാണ്. ഓരോ റൂമിൽ കയറി ഇറങ്ങി, ഞാൻ രാജാവാണ്, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞ് നടക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നടന്നു പോകുന്ന നടപ്പിൽ കാല് തെറ്റി നിലത്ത് വീണ് തന്റെ തലയിരുന്ന കിരീടം പൊട്ടി.
അതോടുകൂടി അവന്റെ രാജ്യത്വവും പോയി. സ്തോത്രം. ഇതാണ് ഇന്ന് ലോകത്തിലുള്ള സകല രാജാക്കന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഞാൻ ആരാധിക്കുന്ന കർത്താവിന് രാജ്യത്വം പൊട്ടിപ്പോകുന്ന രാജ്യത്വമല്ല, നിന്നുപോകുന്ന രാജ്യത്വമല്ല. അവന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാണ്. അത് മനുഷ്യരാരും കൊടുത്തതല്ല, മനുഷ്യരാരും വച്ചു കൊടുത്തതല്ല, മനുഷ്യരാരും പണിതു കൊടുത്തതല്ല. അവൻ രാജാവായി തന്നെ ജനിച്ചു കിട്ടിയതാണ്. സ്തോത്രം. അവൻ രാജാവായി തന്നെ ജനിച്ചതാണ്. സ്തോത്രം. രാജാതി രാജാവായി ജനിച്ചവനായി കർത്താവ്. കിരീടം നഷ്ടപ്പെടുമ്പോൾ രാജ്യത്വം നഷ്ടപ്പെടും. ലോകത്തിൽ സിംഹാസനം നഷ്ടപ്പെടുമ്പോൾ രാജ്യത്വം നഷ്ടപ്പെടും. അധികാരം നഷ്ടപ്പെടുമ്പോൾ രാജ്യത്വം നഷ്ടപ്പെടും. ജനത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുമ്പോൾ രാജ്യത്വം നഷ്ടപ്പെടും. എന്നാൽ ഇവിടെ ഒരു കുഞ്ഞു കിടപ്പുണ്ട്. അവൻ ജനിച്ചു വീണതേ രാജാവായിട്ടാണ്. സ്തോത്രം. സ്തോത്രം. രാജാതി രാജാവായി ജനിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ചരിത്രം പഠിച്ചാൽ ലോകത്ത് അനവധി സാമ്രാജ്യ ശക്തികൾ വന്നിട്ടുണ്ട്. ആ സാമ്രാജ്യങ്ങളെല്ലാം വന്നതുപോലെ തന്നെ തിരികെ പോയിട്ടുണ്ട്. ലോകത്ത് ഒരു കാലഘട്ടം പിടിച്ചുകുലുക്കിയ ബാബിലോൺ സാമ്രാജ്യം വന്നതുപോലെ തന്നെ അസ്തമിച്ചു പോയി. ലോകത്തിന്റെ പകുതിയോളം ഭാഗം പിടിച്ചുകുലുക്കിയ ആ സ്തോത്ര അലക്സാണ്ടർ ചക്രവർത്തി തന്റെ രാജ്യത്വം തന്റെ സാമ്രാജ്യവും വന്നതുപോലെ തന്നെ കടന്നുപോകാനിടയായി. ആ സ്തോത്ര റോമൻ സാമ്രാജ്യം ഉയർന്നു വന്നു, അതുപോലെ തന്നെ അധപ്പതിച്ചു പോകുവാനിടയായി. എന്നാൽ യേശുവിന്റെ സാമ്രാജ്യം വന്നിട്ട് അധപ്പതിച്ചു പോയില്ല, നശിച്ചു പോയില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാമ്രാജ്യം നിലനിൽക്കുന്നുണ്ട്. ആ രാജ്യത്വം ഇന്ന് രാത്രി നിലനിൽക്കുന്നുണ്ട്. കാര്യം അവന് നിർമ്മിച്ചതല്ല, അവൻ രാജാവായി പിറന്നവനാണ്. രാജാവായി പിറന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പിലാത്തോസ് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ യഹൂദന്മാരുടെ രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവോ? രാജാവാണെങ്കിൽ നിന്റെ രാജ്യം എവിടെ? യേശു പിലാത്തോസിന് ചോദിക്കുന്ന ചോദ്യമാ, നീ രാജാവാണോ? നീ രാജാവാണെങ്കിൽ നിന്റെ രാജ്യം എവിടെ? യേശു കൊടുത്ത മറുപടി ഇതാണ്, എന്റെ രാജ്യം ഐഹികമല്ല. സ്തോത്രം. എന്ന് വെച്ചാൽ വിസിബിൾ കിങ്ഡം അല്ല, ഇൻവിസിബിൾ കിങ്ഡമാണ്. സ്തോത്രം. കാണപ്പെടുന്ന രാജ്യമല്ല, കാണപ്പെടാത്തൊരു രാജ്യമാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ സ്തോത്രം, ഈ രാജ്യം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ്. സ്തോത്രം. ആമേൻ. മനുഷ്യന്റെ ഉള്ളിൽ ഇറങ്ങി വരുന്ന ഒരു രാജ്യത്വം. കർത്താവിന്റെ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതുവാനിടയായി. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി മാറ്റി. അവിടെ വിശുദ്ധ വംശം എന്ന ഭാഗത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഹോളി നേഷൻ എന്ന മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദൈവരാജ്യം എന്ന ദൈവരാജ്യം. ഒരുവൻ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വരുമ്പോൾ ദൈവം അവനെ രാജ്യമാക്കി മാറ്റുകയാണ്. ദൈവം അവനെ രാജ്യമാക്കി മാറ്റുന്നു. പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്ന് വെച്ചാൽ ഒരുവൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വേളയിൽ ഇരുട്ടിന്റെ അധികാരത്തുനിന്ന്, ഇരുട്ടിന്റെ കടുങ്കെട്ടിൽ നിന്ന്, സാത്താന്യ ബന്ധനത്തിന്റെ അകത്തുനിന്ന് അവനെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, അവൻ ഇൻവിസിബിൾ, അവൻ കിങ്ഡത്തിൽ, അവൻ ദൈവത്തിന്റെ രാജ്യത്തിൽ അവനാക്കി വയ്ക്കുന്നു. സ്തോത്രം. സ്തോത്രം. ശ്രദ്ധിച്ച്, ഒരുവൻ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് അവനെ ഇരുട്ടിന്റെ അധികാരത്തുനിന്ന് വിടുവിച്ച, സാത്താന്റെ അധികാരത്തുനിന്ന് വിടുവിച്ച, പൈശാചിക ലോകത്തുനിന്ന് വിടുവിച്ച ദൈവത്തിന്റെ രാജ്യത്തിൽ അവനെ കൊണ്ടാക്കുന്നു. സ്വന്തം പലരും ചോദിക്കാത്ത ഭാഷേ, ഈ ദൈവരാജ്യത്തിൽ എങ്ങനെ ആകാൻ പറ്റും? ദൈവരാജ്യത്തിൽ എങ്ങനെ ആകാൻ പറ്റും? ഈ ദൈവരാജ്യത്തിലാകുന്നതിനെ കുറിച്ച് റോമാലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും.
രക്ഷിക്കപ്പെടും, അർത്ഥം ദൈവരാജ്യത്തിലാകും. സ്തോത്രം. ഒരുവൻ യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. ഹൃദയത്തിന്റെ അകത്ത് യേശുവിനെ കർത്താവും രാജാവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനായി വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഇരുട്ടിന്റെ ചങ്ങല പൊട്ടി അവൻ ദൈവരാജ്യത്തിലാകാൻ ഇടയാകും. സ്വന്തം സ്വന്തം. അപ്പൊ ഇവിടെ ചിലർ ചോദിക്കാറ്, വാസ് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ട് വാസ്? യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടല്ലോ, അവൻ ദൈവരാജ്യത്തിലായല്ലോ, പിന്നെ സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ വാസ്? ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന വാക്കാണ്, യേശുവിനെ കർത്താവെന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അവിടെ കർത്താവ് എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് കൂറിയോസ് എന്നൊരു പദമാണ്. കൂറിയോസ്. ആ പദത്തിന്റെ അർത്ഥം, യേശുവേ ഞാൻ നിന്റെ അടിമയും നീ എന്റെ യജമാനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എന്റെ വാ കൊണ്ട് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുക. സ്തോത്രം. നമ്മുടെ ലൂക്കോസ് വാസ് ഇവിടെ ഇരിക്കൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന. ഇച്ചിരി സമയത്തേക്ക് ഞാൻ ആ ദൈവദാസനെ എന്റെ യജമാനനാക്കുക. സ്തോത്രം. ഞാൻ ലൂക്കോസ് വാസിനോട് പറയാം, ലൂക്കോസ് വാസ് ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ അടിമയും അങ്ങന്റെ യജമാനനുമാ. എന്നാ സന്തോഷം നോക്കിയ മുഖത്തിന് എന്നെ ആനന്ദം നോക്കിയേ. ശ്രദ്ധിച്ച്, ഈ ലൂക്കോസ് വാസ് രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന് പുട്ടും കടയിൽ വയറ് നിറച്ചു തന്നു. അമ്മാമ്മ നല്ല കറി വെച്ചു, നല്ല പുട്ടും കടൽ ഉണ്ടാക്കി എനിക്ക് ഞാൻ വയറ് നിറച്ച് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഒരു 10 മണി ആയപ്പം ലൂക്കോസ് വാസ് എന്നോട് പറയാ, നീ മൈലക്കരയിൽ പോയിട്ട് ഒരു ചാക്ക് സിമന്റ് എടുത്തോണ്ട് വരണം. സിമന്റ് എടുത്തോണ്ട് വരണം. ഉടനെ ഞാൻ ലൂക്കോസ് വാസ് പറയാ, ഞാൻ അതിനല്ല അടിമയായത്, ഞാൻ അതിനല്ല, പിന്നെ ഞാൻ അടിമയായത് പുട്ടുകടയിൽ നിന്നാണ്. സ്വത്രം സ്വത്രം എന്ന് വെച്ചാൽ ലൂക്കോസ് വാസ് പറഞ്ഞ കൽപ്പന അനുസരിക്കാനല്ല, ലൂക്കോസ് വാസ് ആദരവ് സ്വീകരിക്കാനാ. ഇന്ന് രാത്രി ദൈവത്തിന് കുഞ്ഞെ, വാസ്തവത്തിൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ യേശുവിന്റെ കൽപ്പന അനുസരിക്കാനിടയാകും. എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാതെ ദൈവകൽപ്പന അനുസരിക്കുന്നവൻ ആരോ അവനാ രക്ഷിക്കപ്പെട്ടത്, അവനാ ദൈവരാജ്യത്തിന്റെ അംശിയായത്, അവനാ ദൈവരാജ്യത്തിൽ ഇടം ലഭിച്ചത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇരുട്ടിന്റെ അധികാരത്തിന്റെ ചങ്ങല പൊട്ടപ്പെട്ടത് അവൻ ചോദ്യം ചെയ്യാതെ യജമാനന്റെ കൽപ്പന അനുസരിക്കുന്നവനാണ്. ഇവട്ടിങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് എന്റെ വാക്കല്ല, നമ്മുടെ യജമാനായ രാജാവിന്റെ കൽപ്പനയാ, കൽപ്പനയാ, കൽപ്പനയാ. അങ്ങനെയാണ് വാസ്. ഇതെപ്പോഴാ സ്നാനം പെടേണ്ടത്? വല്ല സമയമുണ്ട് വാസ്? ഞാൻ കഴിഞ്ഞ് പഠിച്ചിട്ട് ഇന്ന സമയത്ത് സ്നാനപ്പെടാൻ വേണ്ടി ഒരു ചെറുവാക്യം പോലും കണ്ടില്ല. ഇന്ന സമയത്തിൽ സ്നാനപ്പെടണമെന്ന് ഒരു ചെറുവാക്യം പോലും കണ്ടില്ല. ഏത് സമയത്തുമാണ് സ്നാനപ്പെടാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിശ്വസിച്ചവന് മാത്രമേ സ്നാനപ്പെടാൻ പറ്റൂ. സ്വന്തം സ്വന്തം അവൻ സമയം ഒരു വിഷയമല്ല, അവൻ വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? സ്നാനപ്പെടുന്നവൻ വിശ്വസിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒന്നുകൂടി ഓർപ്പിച്ചാൽ, ഏത് കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് പാരമ്പര്യത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് കുലത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് വിശ്വാസത്തിൽ ജനിച്ചവനാകട്ടെ, അതിന്റെ രാത്രി മാറ്റി വെച്ചിട്ട് യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നത് മാത്രമേ സ്നാനപ്പെടാൻ ബൈബിൾ പ്രമാണമുള്ളൂ. സ്തോത്രം സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ഞാന് സ്നാനപ്പെടുത്തുന്ന സമയത്ത് സ്നാനപ്പെടുത്തുന്ന വ്യക്തിയോട് ചോദിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ആദാമി വർഗത്തിന്റെ പാപപരിഹാർത്തം സ്വർഗ്ഗോന്നത വിട്ട് ലോകത്തേക്ക് ഇറങ്ങി വരികയും ആമേൻ മറിയമാതാവിന്റെ ഉദരത്ത് ഉദയം ചെയ്യുകയും യോർദാനിൽ യേശു യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെടുകയും
ആമേൻ 33 വയസ്സുവരെ അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ, വിവിധ വീരപ്രവൃത്തികളാൽ ആമേൻ താൻ ദൈവപുത്രനെ തെളിയിക്കും. 33 വയസ്സിൽ ആമേൻ മനുഷ്യവർഗത്തിന്റെ ഭാവശാപ കാലുഷ്യങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാർ മധ്യ നാമെ ക്രൂശിക്കപ്പെടുകയും മരിച്ച കല്ല് അടക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ ചോദിക്കുമ്പോ, ഈ ആര് സ്നാനപ്പെടാൻ പോകുന്നു അവൻ പറയണം എന്നോട്. സ്തോത്രം. എന്റെ വിവാഹം നടന്നത് 2001 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. തൃശ്ശൂരിൽ മിസ്ബ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ആ കോളേജിലെ പ്രിൻസിപ്പളാണ് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തിയത്. പ്രിൻസിപ്പാൾ എന്നോട് ചോദിച്ചു, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ലിജി എന്ന് പറയുന്ന പെൺകുട്ടി ആമെന്നിന്റെ വിവാഹ ഭാര്യ സ്വീകരിപ്പാൻ നിനക്ക് ആമൻ നിശ്ചയിച്ചിരിക്കുന്നുവോ, തീരുമാനിച്ചിരിക്കുന്നുവോ? ഞാൻ ഇച്ചിരി ഉറക്കെ പറഞ്ഞു, ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. അത് പിന്നാലെ പുള്ളിക്കാറ്റ് പറയും, നിന്റെ അടുത്ത് നിൽക്കുന്ന ആമി സുരേഷ് റാബി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ നിന്റെ വിവാഹ ഭർത്താവായി സ്വീകരിപ്പാൻ നീ തീരുമാനിച്ചിരിക്കുന്നുവോ? ഇത് പറഞ്ഞ ഉടനെ പുള്ളിക്കാരത്തിന്റെ അമ്മ ലിസി ഓടി പറയാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ കല്യാണം നടക്കില്ല, കല്യാണം നടക്കണം അവൾ പറയണം, മറ്റാര് പറഞ്ഞാൽ നടക്കില്ല. ഇതാണ് സ്നാനത്തിൽ നടക്കുന്നത്. ആര് സ്നാനപ്പെടുന്നുവോ അവൻ പറയണം, യേശു എന്റെ രക്ഷിതാവ്, യേശു എന്റെ രാജാവ്, യേശു എന്റെ വീണ്ടെടുപ്പുകാരൻ, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹിതാ, അങ്ങനെ ഒരു സ്നാനം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ, സ്വർഗം തരിശുഭൂമിയായി കടന്നാൽ പോലും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് വിശുദ്ധ ബൈബിൾ ഉറക്കെ അടിവരയിടുകയാണ്. ഒന്ന് വായിച്ചിട്ടേ, റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരായ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, വായിച്ചോ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. എന്ന് വെച്ചാൽ പൗലോസിനെ അടിവരയിട്ട് പറയുക, യേശു ക്രിസ്തുവിന്റെ ക്രൂശിനോട് നാം ഏകീഭവിച്ചവരായി എങ്കിൽ, എങ്ങനെ ഏകീഭവിക്കണം? സ്നാനത്താൽ ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. ഒന്നുകൂടി പറഞ്ഞ, എന്ന് വെച്ചാൽ ഒന്ന് നടന്നാൽ മറ്റൊന്ന് നടക്കും. എന്നുവെച്ചാൽ നമ്മുടെ മരണത്തിന് മുമ്പ്, അല്ല കർത്താവിന്റെ വരവിന് മുമ്പ് കർത്താവ് കാണിച്ചതുപോലെ യോർദാന്റെ കരയിൽ യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടതുപോലെ നാം സ്നാനപ്പെട്ടെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്റെ കാഹളനാദം കേൾക്കുമ്പോൾ പാട്ടിനെ പോലെ പറന്നുയരും. ഇല്ലെങ്കിലോ വായിക്കിങ്ങനെയാണ്, സ്വർഗം തരിശുഭൂമിയായി കടന്നാൽ പോലും നാം ഉയർത്തു വരത്തില്ല. ഒന്നുകൂടി ആ വാക്യം വായിച്ചേ, 4-ാം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. സ്നാനത്താൽ ക്രൂശിനോട് ഏകീഭവിച്ചാൽ പുനരുത്ഥാനത്തിൽ
രക്ഷ കണ്ടീഷൻ വെച്ചല്ല ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയും എന്ന ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുക. സ്തോത്രം. ഇതിന്റെ മാതൃക ഇവിടുത്തെ ഒരു സംഘടന കാണിച്ചതല്ല, ഇവിടുത്തെ ഏതെങ്കിലും പ്രസ്ഥാനം കാണിച്ചതല്ല, ആത്മബലമുള്ള പ്രസ്ഥാനം കാണിച്ചതോ കെട്ടുറപ്പുള്ള പ്രസ്ഥാനം കാണിച്ചതോ ആ മാതൃകകളല്ല നാം സ്നാനപ്പെടേണ്ടത്. സ്നാനപ്പെടേണ്ട ഏക മാർഗം യേശു ക്രിസ്തു കാണിച്ചതുപോലെയാ. സ്തോത്രം. യേശു എങ്ങനെയാ കാണിച്ചത്? യേശു ക്രിസ്തു ഗലീലയിൽ നിന്ന് യോർദാന്റെ കരവരെ നടന്നു വന്നു. എന്ന് വെച്ചാൽ സ്നാനപ്പെടാൻ പോകുന്നത് എടുത്തുകൊണ്ടാകരുത്, നടന്നുകൊണ്ട് വേണം വരാൻ. സ്വന്തം യേശു യോർദാന്റെ കരയിൽ നടന്നു വന്നു. യോഹന്നാന്റെ കൈക്ക് സ്നാനമേൽക്കാൻ പോകുമ്പോൾ യോഹന്നാൻ പറയുന്നത്, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. സ്വന്തം നിന്റെ കാലിക്കടയിൽ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നാനമേൽക്കണോ നല്ലത്, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. യേശു പറയുന്ന വാക്ക്, മോനെ ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകേണ്ടത് നല്ലത്. എന്താ നീതി? മോനെ യോഹന്നാനെ, ഞാൻ അവൻ നടന്നു വരികയായിരുന്നല്ലോ, എന്നെ ആരും എടുത്തോണ്ട് വന്നതല്ലോ, ഇങ്ങനെ സകല നീതി നിവർത്തിയാകണം. സ്വന്തം യോഹന്നാനെ, ഞാനും നീയും വെള്ളത്തിലാണല്ലോ, കരയിൽ ഒരു പാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കല്ലോ, ഇങ്ങനെ സകല നീതി നിവർത്തിയാകണം. സ്വന്തം യോഹന്നാനെ, സ്തോത്രം, നീ ശ്രാവകനും ഞാൻ സ്നാനമേൽക്കാൻ വന്ന വ്യക്തിയാണല്ലോ, ഇങ്ങനെ സകല നീതി നിവർത്തിയാകണം. സ്വന്തം എന്ന് വെച്ചാൽ ശ്രാവകനും സ്ഥാനാർത്ഥി ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങി ആ സ്ഥാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കിപ്പോക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. അവിടെ കൊടുത്തില്ല ഗ്രീക്ക് വാക്ക് ബാപ്റ്റിസോ എന്നൊരു പദം. ബാപ്റ്റിസോ എന്ന വാക്കിന്റെ അർത്ഥം മുക്കുക, മുക്കുക. സ്വത്രം എന്നുവെച്ചാൽ ശബ്ദം കേൾക്കുന്ന പ്രിയ വാത്സല്യ സഹോദരന്മാരെ, ദേശവാസികളെ, തിരുവചനം പറയുന്നത് മുക്കുക എന്ന ക്രിയയാണെങ്കിൽ ഇന്ന് രാത്രി ആ വിധത്തിൽ സ്നാനപ്പെടാത്ത ഒരുവരും നിത്യതയിൽ പ്രവേശിക്കത്തില്ലെന്ന്, അർത്ഥാൽ ഇരുട്ടിന്റെ രാജ്യത്തിന്റെ കടുങ്കത്തിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുകയാണ്. കർത്താവിനെ വചനപ്രകാരം അനുസരിക്കുവാൻ ദൈവനാമത്തിന് ഓർപ്പിക്കുക. ശ്രദ്ധിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എങ്ങനെ? യേശുവിനെ കർത്താവിനെ സ്വീകരിച്ച ഉടനെ. റോമാലേഖനം 14:17 വായിക്കും, ദൈവരാജ്യം എന്നതോ ഭക്ഷണമോ പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം തന്നെ. എന്ന് വെച്ചാൽ എന്നെ ഇരുത്തിയത് രാജ്യത്തിൽ, ഇപ്പോൾ ആ രാജ്യം എന്റെ അകത്തിരിക്കുക. ജയം. എന്നെ ഇരുത്തിയത് രാജ്യത്തിൽ, ആ രാജ്യം ഇപ്പോൾ എന്റെ അകത്ത്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിലെ കുഞ്ഞ്, നിന്റെ അകത്ത് സമാധാനം ഉണ്ടെങ്കിൽ ഈ രാജ്യം നിന്റെ അകത്തിരിക്കുക. പരിശുദ്ധാത്മാ സന്തോഷിച്ച പറ്റുന്നുണ്ടെങ്കിൽ ഈ രാജ്യം നിന്റെ അകത്തിരിക്കുക. ഇന്ന് രാത്രി ഞാൻ വചനം പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ അകത്ത് ആത്മാവിൽ ബലപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രാജ്യം നിന്റെ അകത്തിരിക്കുക. ഈ കൊല്ലനെ കണ്ടിട്ട് കൊല്ലന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം കിട്ടിയാൽ കൊല്ലനെടുത്ത് തീക്കകത്തിടും. തീക്കകത്തിട്ട് പമ്പടിക്കാൻ ഇടിയാണ്. ഇരുമ്പ് കിടക്കുന്നവിടെയെന്ന് അറിയാമോ? തീക്കകത്ത്. പക്ഷെ ഈ പമ്പടി കഴിയുമ്പോൾ തീ മുഴുവനും ഇരുമ്പിന്റെ അകത്ത് കയറും. എന്നെ ഇരുത്തിയത് രാജ്യത്തിൽ, ആ രാജ്യം ഇപ്പോൾ എന്റെ അകത്ത്. എന്നെ ഇരുത്തിയത് രാജ്യത്തിൽ, ആ രാജ്യം എന്റെ അകത്ത്. മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന പോലെ ആരാധിക്കുന്ന രാത്രി ആരാധിക്കാൻ പറ്റുമോ? എന്നെ ഇരുത്തിയത് രാജ്യത്തിൽ, ആ രാജ്യം എന്റെ അകത്ത്, ആ രാജ്യം എന്റെ അകത്ത്. രാജാവായി പിറന്നവന്റെ രാജ്യത്ത് എനിക്കാകാൻ ആ രാജ്യം എന്റെ അകത്ത് ഇറങ്ങുന്നു. ശ്രദ്ധിച്ച്, ഒരു രാജ്യമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം രാജാവ് വേണം. രാജാവില്ലാത്ത രാജ്യമാണോ? അങ്ങനെയെങ്കിൽ നാം ആകുന്ന ദൈവരാജ്യത്തിൽ
ഒരു രാജാവിരിപ്പുണ്ട്. ആ രാജാവിന്റെ പ്രത്യേകം ഞാൻ പറയാം, മൂക്കിലെ ശ്വാസം അറ്റുപോയാൽ ആരുടെ മണ്ണിന്റെ അടിയിൽ നീറി അമരുന്ന രാജാവല്ല. ഹല്ലേലൂയ. ഹേ മരണമേതിന് ക്ഷേമമെവിടെ, ഹേ പാതാളമേതിന് വിഷമുള്ളവയുടെ എവിടെയെന്ന് മരണത്തെ പാതാളത്തെ വെല്ലുവിളിച്ച് അരിമത്തിലെ ജോസഫിന്റെ കല്ലറയെ എന്നേക്കുമായി തുറന്ന് ഉയർത്തെഴുന്നേറ്റ രാജാതി രാജാവിനാൽ ഭരിക്കപ്പെടുന്ന രാജ്യമാണ് നമ്മൾ. സ്തോത്രം എന്ന് വെച്ചാൽ അവൻ സ്തോത്രം കാലവേദിക്കൊത്തവൻ ആച്ഛേദനം വരുന്ന രാജാവല്ല. ഇവിടത്തെ പ്രശ്നം ഏതെങ്കിലും സംഭവവികാസത്തിന് നടുവിൽ മാറിപ്പോകുന്ന രാജാവല്ല. അവൻ മരണത്തെ തകർത്തി എന്നേക്കും ജീവിക്കുന്ന രാജാവാ. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എന്റെ അകത്ത് ഭയങ്കരമായി സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ട്. ഒരു രാജ്യം സംരക്ഷിക്കപ്പെടേണ്ട കടമ രാജാവിനുള്ളതാ. രാജാവിന്റെ കടമയാ രാജ്യം സംരക്ഷിക്കുക. ആ ജനാധിപത്യം മുമ്പിൽ വന്നപ്പോൾ രാജതുല്യ പദവി വഹിക്കുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ അയൽപക്ക രാജ്യം ആ സ്തോത്രം നമ്മുടെ രാജ്യത്തിനെതിരെ ഇളകി വരുമ്പോൾ നമുക്കധികം പ്രശ്നമില്ല, രാജാവൊന്നും ഉറങ്ങത്തില്ല. സ്തോത്രം. എന്നാ കാര്യം? രാജ്യം സംരക്ഷിക്കേണ്ട രാജാവിന്റെ കടമയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ എന്നെ നിന്നെ സംരക്ഷിക്കേണ്ട ഒരു രാജാവ് നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഉറങ്ങാത്ത രാജാവ്, മയങ്ങാത്ത രാജാവ് നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ, നിന്റെ തലമുറയെ പരിപാലിക്കുവാൻ ഒരു രാജാതി രാജാവ് നിന്റെ അകത്തിരിപ്പുണ്ട്. വീഴാതെ വന്ന തന്റെ മഹിമാസനയെ കലങ്ങി മറ്റവരെ നിർത്താൻ കഴിയുന്ന ഒരു രാജാതി രാജാവ് നിനക്ക് നേരെ ആ ശത്രു പാമി സ്തോത്രം തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഒടുക്കിക്കളയുമെന്ന് ശത്രു പറയുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷ നിർത്തത്തില്ലെന്ന് ശത്രു വിളിച്ചു പറയുന്നുണ്ടോ? നിന്റെ കുടുംബ ജീവിതത്തെ മുൻപോട്ട് നടത്തത്തില്ലെന്ന് പിശാചു വാദിക്കുന്നുണ്ടോ? എന്ന് രാത്രി ആത്മാവിൽ പ്രവചിച്ചു പറയാം. രാജാതി രാജാവ്, ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന രാജാവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. എന്നെ നെഗറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഉദയംകുളങ്ങര അടുത്ത് പ്ലാമുട്ടുകട എന്നൊരു സ്ഥലത്താണ്. ഇവിടെ തൊട്ടടുത്താണ്, നെയ്യാറ്റങ്ങളപ്പുറത്താണ്. എന്റെ ചെറിയ പ്രായത്ത് എന്റെ വീടിന്റെ അതിർത്തിയോടൊപ്പം ചേർന്ന ഒരു പുളി നിപ്പുണ്ടായിരുന്നു. ആ പുളിയുടെ കൊമ്പ് മുഴുവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി കിടക്കുന്നത്. പല പ്രാവശ്യം പറഞ്ഞത് വെട്ടി മാറ്റാൻ, പക്ഷെ അയൽക്കാർ വെട്ടി മാറ്റിയില്ല. ഒരു ദിവസം വരെ ജ്യേഷ്ഠൻ കത്തിയെടുത്തോണ്ട് മേളിൽ കയറിയിട്ട് കൊമ്പ് മുഴുവൻ വെട്ടിയിറക്കി താഴെ ഇട്ടു. താൻ പുള്ളിപ്പാ പതുക്കെ ഇറങ്ങി കുളിച്ച് താൻ ആമി കടയിലേക്ക് പോയി. പക്ഷേ ആമി പുളിയുടെ ഉടമസ്ഥൻ എന്ന് വെച്ചാൽ എന്റെ വീടിന്റെ അതിർത്തിയുടെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ കളിച്ചോണ്ട് ഓടി വന്നിട്ട് പറയാം, അവൻ 90 കഴിയത്തില്ല, 90 കഴിയത്തില്ല. സ്വത്രം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എന്റെ ചേട്ടന്റെ അകത്തിരിക്കുന്ന രാജാവുണ്ടായിരുന്നു. രാജാവുണ്ട്. അവൻ ഉറങ്ങുന്നവനല്ല, മയങ്ങുന്നവനല്ല. 90 കഴിയത്തില്ലെന്ന് പറഞ്ഞ ആള് ഇന്ന് ഭൂമുഖത്തില്ല. എന്റെ ചേട്ടൻ കല്യാണം കഴിച്ച് 2 മക്കളുമായിട്ട് സുഖമായിട്ട് ഇന്ന് രാത്രി ജീവിക്കുക. മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുടെ അകത്തിരിപ്പുണ്ട്. ഈ രാത്രി വിശ്വസിക്കാമോ? നിന്റെ രാജാവ് ഉറങ്ങിയിട്ടില്ല, നിന്റെ രാജാവ് മയങ്ങിയിട്ടില്ല, നിന്റെ രാജാവ് മരിച്ചിട്ടില്ല. അവൻ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രാജാതി രാജാവാകിയ അവൻ പിറന്നതേ രാജാവായിട്ടാ. അതുകൊണ്ട് ഇന്ന് രാത്രി വേളയിൽ ഇവിടെ ഇരിക്കുന്ന സകലരോട് ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുന്നു, അവൻ നമ്മുടെ രാജാവാണ്. ആ രാജ്യത്വത്തിൽ വാഴപ്പെടുന്ന രാജ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അവൻ നമ്മുടെ രാജാവാണ്, അവൻ നമ്മുടെ രാജാവാണ്, അവൻ നമ്മുടെ രാജാവാണ്. യേശുക്രിസ്തുവിന്റെ രാജാവായി ജനിച്ചത് പ്രതാപത്തിൽ ജീവിക്കുന്ന കുടുംബത്തിലല്ല. യേശു രാജാവായി ജനിച്ചത് പ്രതാപത്തിൽ നിൽക്കുന്ന കൊട്ടാരത്തിലല്ല. യേശു ജനിച്ചത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന്
പറഞ്ഞ ഒരു പാവപ്പെട്ട യഹൂദ സ്ത്രീക്ക് ഉള്ളിലാ. Praise God. ഇന്ന് രാത്രിയിലെ ദൈവത്തിലെ കുഞ്ഞെ, നിനക്ക് പാരമ്പര്യം നോക്കിയാൽ ഒന്നുമില്ല, നിന്റെ സമ്പത്ത് നോക്കിയാൽ ഒന്നുമില്ല, നിന്റെ വിദ്യാഭ്യാസം നോക്കിയാൽ ഒന്നുമില്ല, കാഴ്ചയ്ക്ക് നിന്റെ സ്തോത്രം ഒന്നുമില്ല, നിന്റെ കുടുംബക്കാരൻ അടിമ നീ ഒറ്റപ്പെട്ട വ്യക്തിയാണ് നീ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ മകൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് അത്തരം തുറന്ന് പറയാൻ നീ തയ്യാറായ ആ സെക്കൻഡ് രാജാതി രാജാവ് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുക. നിന്റെ കുടുംബ മഹിമ നോക്കാതെ, കുലമഹിമ നോക്കാതെ, നിന്റെ വിദ്യാഭ്യാസം നോക്കാതെ, നിന്റെ നാട്ടുകാരുടെ അംഗീകാരം നോക്കാതെ, നീ പറയുന്ന ഒറ്റ വാചകത്തിൽ അവൻ നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒന്ന്, അവൻ ജനിച്ചു വീണത് രാജാവായിട്ടാണ്. രണ്ടൊന്ന് വായിച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 5 മുതൽ 5-6 വാക്യം. അവർ അവനോട്, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ, യഹൂദാദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പ്രവചനങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട രാജാവായി പിറന്നവനാണ്. യേശു പ്രവാചകന്മാർ പ്രവചിച്ച ആമേൻ പ്രഖ്യാപിക്കപ്പെട്ട രാജാവായി പിറന്നവനാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവ്. ലോകത്തിൽ രാജാക്കന്മാർ ജനിച്ചതിന് ശേഷമാണ് അവിടെ പേരുകൾ എഴുതുന്നത്. രാജാക്കന്മാർ ജനിച്ചതിന് ശേഷമാണ് അവരുടെ ചരിത്രം എഴുതുന്നത്. അവരുടെ വളർച്ചയിലാണ് അവരുടെ സ്വഭാവവും ഭരണപാഠവും എഴുതി വയ്ക്കുന്നത്. എന്നാൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാജാവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ ജനിക്കുന്ന ഇടം എവിടെയെന്ന് എഴുതി വെച്ചു. അവൻ എവിടെ ജനിക്കുമെന്ന്, അവൻ സ്തോത്രം ആരിൽ കൂടി ജനിക്കുമെന്ന്, ഏത് ദേശത്ത് ജനിക്കുമെന്ന്, ഏത് സമയത്ത് ജനിക്കുമെന്ന് എഴുതി വെക്കപ്പെട്ട രാജാതി രാജാവ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കുന്ന യേശു എന്ന രാജാവാണ്. യേശുവിന്റെ ജനനത്തിന് മുമ്പ് ജനന സ്ഥലം എവിടെ നിന്ന് എഴുതി വെച്ചു. അവന്റെ വംശാവലി ഏതിലായിരിക്കുമെന്ന് എഴുതി വെച്ചു. അവന്റെ ശുശ്രൂഷ എന്തായിരിക്കുമെന്ന് വ്യക്തമായി എഴുതി വെച്ചു. യേശുവിന്റെ കഷ്ടാനുഭവം എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമായി എഴുതി വെച്ചു. യേശുവിന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചു. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് എങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തമായി അത് പഴയ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഴയമത്തെ അനേക പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തിയായി വെളിപ്പെട്ട രാജാവാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. സ്തോത്രം. ലോകത്തിലെ രാജാക്കന്മാരുടെ പേര് ചരിത്രപുസ്തകത്തിൽ എഴുതുന്നത് ജനിച്ചതിന് ശേഷം. യേശു ക്രിസ്തുവിന്റെ പേര് എഴുതിയത് ജനിക്കും മുമ്പ് മുൻകൂട്ടി എഴുതി വെച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ആമേൻ, യേശു കർത്താവ് പ്രവാചകന്മാർ പ്രഖ്യാപിക്കപ്പെട്ട രാജാതി രാജാവാണ്. മീഖാ പ്രവാചകൻ ക്രിസ്തുവിന് 700 വർഷത്തിന് മുമ്പ് യേശു കർത്താവ് എവിടെ ജനിക്കുമെന്ന് വ്യക്തമായി എഴുതി വെച്ചു. നീയോ ബെത്ലഹേം എഫ്രാത്തിലെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതല്ല, ഇസ്രായേലിന് അധിപതിയാകേണ്ടവൻ, രാജാവാകേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് വെച്ചാൽ എവിടെ ജനിക്കുമെന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് യേശു ജനിക്കുന്നതിന് 700 വർഷത്തിന് മുമ്പ് എഴുതി വെക്കുവാനിടയായി. വിദ്വാൻമാർ ഹേരോദാവിന്റെ കൊട്ടാരത്ത് വന്ന് ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഉടനെ ഹേരോദാവ് അവിടത്തെ ശാസ്ത്രിമാരെയും മഹാപുരോഹിതന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിക്കുന്നത്? ഇത് ചോദിച്ച ഉടനെ പുരോഹിതന്മാർ തപ്പിത്തടഞ്ഞു നിന്നില്ല, അവ അന്വേഷിച്ച് നടന്നില്ല. കാരണം പ്രവാചകൻ മുൻകൂട്ടി എഴുതിയിട്ടുണ്ട് അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. സ്തോത്രം.
ആമേൻ. അവൻ പ്രവാചകൻ പ്രവചിച്ചതുപോലെ അവൻ ബത്ലഹേമിൽ ജനിക്കുവാനിടയായി. സ്തോത്രം. അവിടെ വായിക്കുന്നത് അവൻ യേശു ജനിക്കുന്ന സ്ഥലവും യേശു ജനിക്കുന്ന സമയവും വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരുന്നു. യെശയ്യാ പ്രവചന പുസ്തകം പഠിച്ചാൽ യേശു കർത്താവ് ഏത് വിധത്തിൽ ശുശ്രൂഷ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. വായിച്ച് യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിക്ക്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവന്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകില്ല. യേശു കർത്താവിന്റെ ശുശ്രൂഷയെ അതുപോലെ പ്രിന്റവട്ടെടുത്ത് വെച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ അത്ഭുതം ചെയ്യുന്നവരാണ്, അവൻ അത്ഭുതം മാത്രം ചെയ്യുന്നവരാണ്. ശ്രദ്ധിച്ച്, നമ്മുടെ ഈ ലോകത്ത് ഇഷ്ടംപോലെ മന്ത്രിസഭകളുണ്ട്. ഇഷ്ടംപോലെ മന്ത്രിസഭ. ഏത് മന്ത്രിസഭയ്ക്കകത്താം അത്ഭുത മന്ത്രി ഉള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട വി. സതീശൻ സാറ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ ഉണ്ടാക്കി. ആ മന്ത്രിസഭയ്ക്കകത്ത് അത്ഭുത മന്ത്രി ഉണ്ടോ? സ്തോത്രം. നമ്മുടെ അമേരിക്കയിൽ സെനറ്റിൽ അത്ഭുത മന്ത്രി ഉണ്ടോ? അത്ഭുത മന്ത്രിയുള്ള ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന് മന്ത്രിസഭയാ. അവൻ അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രിയാ. അത് ഞാൻ എപ്പോഴും പറയുന്ന വാക്ക്, യേശു അത്ഭുതം ചെയ്യുന്നവനാ, അത്ഭുതം മാത്രം ചെയ്യുന്നവനാ. അവൻ ഇന്ന് രാത്രിയുടെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു കർത്താവിനെ പോലെ ആരോഗ്യം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഏത് മന്ത്രിയാ ഉള്ളത്? സ്വത്ര ഇവിടെയുള്ള പല ആരോഗ്യ വകുപ്പ് മന്ത്രിമാരും അല്ലാത്ത ഗതികടി കിടക്കുക. എന്നാൽ യേശുവിലേക്ക് നോക്ക്, അവൻ കൈകാര്യം ചെയ്ത ആരോഗ്യ വകുപ്പ് ചെവ്വായ ആരോഗ്യ വകുപ്പാണ്. സ്വത്രം. ബൈബിൾ വായിക്കുകയാണ്, അവന്റെ അടുക്ക വന്ന സകല ദീനക്കാര് സൗഖ്യമായെന്ന്. സ്വത്രം. സകല ദീനക്കാരും എന്ന് വെച്ചാൽ യേശുവിന്റെ അടുക്കൽ രക്തസ്രാവം പിടിച്ചു വന്നാൽ, ചാറില്ലാത്ത ചണ്ടി പോലെ ഭവിച്ചു വന്നാൽ, അവരെ ദീനന്മാർ കുതിരപ്പട പോലെയാണ് പോകുന്നത്. സ്വത്രം. സ്വത്രം എന്ന് വെച്ചാൽ ആരോഗ്യ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്ത ആരോഗ്യമന്ത്രി. സ്വത്രം. സ്വത്രം. ഒരിക്കൽ യേശു കർത്താവ് യെരൂശലേമിൽ ചെല്ലുമ്പോൾ 38 വർഷമായി ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒരേ കിടപ്പിൽ കിടക്കുക. വർഷം 38ആയി. ആരംഭ സമയത്തൊക്കെ ചെറിയൊരു ഭാരം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ തളർന്നു പോയല്ലോ ദൈവമേ, ചാക്കോച്ച നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ലല്ലോ, അവറാച്ച ഓടുന്ന പോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ, മനസ്സിൽ വല്ലാത്തൊരു ഭാരം. പക്ഷെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ധീരത്തോട് അവൻ ഏകീഭവിക്കാനിടയായി. എന്ന് വെച്ചാൽ ആ പക്ഷപാത രോഗത്തോട് അവൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അതവന്റെ ജീവിതത്തിന്റെ ഒരു പാട്ടായി മാറി. അവൻ അവന്റെ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞു, ആര് വന്നാൽ, ഏത് മന്ത്രിസഭ വന്നാലും എനിക്ക് ഈ ദീനത്തിന് മാറ്റം വരത്തില്ല. സ്വത്രം. 38 വർഷമായി കടരോഗം പിടിച്ച ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ രോഗമെന്ന് ചിന്തിച്ച് ജീവിച്ച് നടന്ന അവനോട് തമ്പുരാൻ ചോദിക്കണ, പൊന്നു മോനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന സകലരോടും കർത്താവിന്റെ ആത്മാവിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുക, ജീവിതത്തിന്റെ ഭാഗമായി എന്റെ മരണം കൊണ്ട് ഈ രോഗം മാറത്തുള്ളൂ, എന്റെ മരണം കൊണ്ട് ഈ പ്രശ്നം മാറത്തുള്ളൂ എന്ന് ചിന്തിച്ച് ചുമന്ന നടക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി യേശുവിലേക്ക് വാ. അവന്റെ സാമി പരിഹാരം വരുത്താൻ വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ ഭാഗമായ പ്രശ്നം. സ്തോത്രം. ജീവിതത്തിന്റെ ഒരു ശീലമായത്. അർത്ഥാൽ ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. ഇത് വെട്ടിമാറ്റാൻ ആർക്കും പറ്റില്ല. ചിലരെന്നോട് പറയാം, വാസേ കുടിക്കാൻ ഒരാഗ്രഹമില്ല വാസേ. ഒരാഗ്രഹമില്ല കുടിക്കാം, പക്ഷെ അറിയാതെ കുടിച്ചു പോവുക. സ്തോത്രം. ഇതൊന്നും മാറ്റിക്കിട്ടാൻ വളരെ ആഗ്രഹമാണ്.
ഈ മദ്യപാനന്റെ ജീവിതത്തിന് പാർട്ടായിരിക്കുക. 5 മണി എത്തുമ്പോൾ ഞാൻ വിറച്ചു തുടങ്ങും. വല്ലാത്ത വിറയില. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ മാറ്റാൻ ആഗ്രഹിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത ജീവിത ശൈലി രോഗമായി ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ 38 വർഷമായി രോഗക്കിടക്കെ കടന്നവന് ഒറ്റ വാക്കിനാൽ അവരുടെ ജീവിതത്തിലെ കടങ്കെട്ട് ഒറ്റയ്ക്ക് പുറത്തെടുത്ത ദൈവം രാത്രി നിന്നെ വിളിക്കുക, അവൻ നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ വിടുവിക്കാൻ അത്ഭുത മന്ത്രിയായി ഇറങ്ങി വന്നിട്ടുണ്ട്. അത്ഭുത മന്ത്രിയായിരുന്നു. വ്യോമസേന നന്നായി കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയുടെ എന്റെ കർത്താവാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ആഭ്യന്തര വകുപ്പ് നന്നായി കൈകാര്യം ചെയ്തവനാ. ഒരിക്കലും നെബൂഖദ്നേസർ വലിയൊരു വിഗ്രഹം മരുഭൂമി നാട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, എല്ലാവരും അവനെ വീണ് നമസ്കരിക്കണം. എല്ലാവരും വീണ് നമസ്കരിക്കണം. എല്ലാവരും മുട്ടുവരച്ച് വീണ് നമസ്കരിക്കുമ്പോൾ 3 ബാലന്മാർ മാറി എന്ന് പറയുക, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം വിഗ്രഹത്തെ പ്രസാദിക്കണമെന്നല്ല. വിഗ്രഹാരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ല. അതുകൊണ്ട് രാജാവ് നാട്ടിയ വിഗ്രഹത്തെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല. ഇത് കേട്ട ഉടനെ രാജാവിന് അരിശം വന്നു. തീച്ചൂള 7 മടങ്ങ് കത്തിന്ന്, 7 മടങ്ങ് കത്തി. തീച്ചോള കത്തി നിൽക്കുമ്പോൾ ഈ 3 ബാലന്മാരെ തീയിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. തിരുവെട്ട് വായിക്കിങ്ങനെയാണ്, തീയുടെ മണം പോലും തട്ടാതെ സൂക്ഷിച്ച ഒരു മന്ത്രിയാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി. ഞാൻ അവിടെ ചിന്തിച്ചപ്പോൾ ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യം പറയാം. ഈ മന്ത്രി ഇവർ ചെന്നതിന് ശേഷം പോകുകയല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന 4ാമനായി വെളിപ്പെട്ടെത്താ. എന്റെ പഠനം ഞാൻ കണ്ടത് 1ാമനായി വെളിപ്പെട്ടെത്താ. സ്വോത്രം എന്ന് വെച്ചാൽ തീക്കകത്ത് ഇവർ ചെല്ലും മുമ്പേ നമ്മുടെ മന്ത്രി ചെന്ന് നിൽക്കുക. സ്വോത്രം സ്വോത്രം എന്ന് വെച്ചാൽ പ്രിയ കുഞ്ഞേ, നിന്റെ ഏത് പ്രശ്നത്തിന് കടുങ്കട്ടടിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി, ഏത് കത്തി ജ്വലിക്കുന്ന തീജോല പോലെ ദഹിപ്പിച്ച് കളയുമെന്ന് പറയുന്ന പ്രശ്നത്തെ അടച്ചു കളഞ്ഞ് തീരെ മണം പോലും തട്ടാതെ പുറത്തെടുക്കാൻ കഴിയുന്ന മന്ത്രി, അവരാണ് അത്ഭുത മന്ത്രി. 33 വയസ്സ് വരെ അവൻ അടയാളങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതത്തിന്റെ കടുങ്കട്ടഴിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. 33 വയസ്സിൽ മനുഷ്യവർഗത്തിന്റെ പാപശാപ കാലുഷ്യങ്ങൾ മുഴുവനും സ്വന്തം ശിരസിലേറ്റെടുത്തുകൊണ്ട് കാൽവിളി കൊലക്കളത്തിലേക്ക് നടന്നു പോകാനിടയായി. ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പച്ചപ്പൈ മരക്കുരിശുമായി വണ്ടി വലിക്കും പോലെ വീടുമണീറ്റും നടന്നു കയറുന്ന യേശുവിനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്റെ ശബ്ദങ്ങൾക്ക് യേശുവാസികളെ, എന്തിനു വേണ്ടി യേശു സഹിച്ചു, എന്തിനു വേണ്ടി പച്ചപ്പൈ മരക്കുരിശുമായി കാൽവരി ക്രൂശിലേക്ക് കയറിപ്പോയി? മറ്റൊന്നുമല്ല, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പാപത്തിന്റെ കടുങ്കെട്ട് പൊട്ടിക്കാൻ, ശാപത്തിന്റെ കടുങ്കെട്ട് പൊട്ടിക്കാൻ, രോഗത്തിന്റെ കടുങ്കെട്ട് പൊട്ടിച്ച് നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുനടാ. തിരുവചനത്തിൽ വായിക്കുകയാണ്, യേശു ക്രൂശോടെ നിലത്തു വീണു. ക്രൂശ് ചുമക്കാൻ വയ്യാതെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ പരീശന്മാർ, റോമൻ പട്ടാളക്കാർ തിരിഞ്ഞും മറിഞ്ഞു നോക്കുമ്പോൾ വയലിൽ നിന്നൊരു മനുഷ്യൻ കയറി വരുന്നുണ്ട്. കുറെ നക്കാൻ ശീമോൻ. തിരുവെട്ട് വായിക്കിങ്ങനെയാണ്, അവനോട് ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. ശീമോന് ക്രൂശ് ചുമക്കാൻ ഇഷ്ടമല്ല, പക്ഷെ നിർബന്ധിച്ചു. പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രൂശിന്റെ ഒരറ്റം ചുമന്ന് യേശു കാൽവരി ക്രൂശിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. അവിടെ 2 3 യേശുവിനെ ക്രൂശിൽ തറച്ചു. ക്രൂശോടെ പൊക്കി പാറയിൽ വെട്ടിയുണ്ടാക്കി കുഴിയിലേക്ക് എടുത്തിടുമ്പോൾ ഒരു മാംസപിണ്ഡം പോലെ അറവുശാലയിൽ മാടിന്റെ കുറവ് തൂങ്ങിക്കിടക്കുന്ന പോലെ യേശുവിന്റെ ശരീരം തൂങ്ങിക്കിടക്കുകയാണ്. ഒരു പച്ച മാംസം പോലെ രക്തത്തിൽ കുളിക്കപ്പെട്ടവനായി യേശു തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ടി ചങ്കുടഞ്ഞ കുറെ നക്കാന ശീമോൻ ചങ്കുടഞ്ഞ് നിൽക്കുക. സ്തോത്രം. അവൻ നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ പോകുമ്പോൾ തിരുവെട്ട് വായിക്കുന്ന സൂര്യൻ അസ്തമിച്ചു. ഭയങ്കര ഭൂകമ്പം ഉണ്ടാകുന്നു. ഈ സംഭവങ്ങളൊക്കെ കണ്ട്
ശീമോന്റെ ഭവനത്തിലെ ഭാര്യ ഭയങ്കരമായി വിറച്ചോണ്ടിരിക്കുകയാണ്. എന്റെ സ്വാമി ഭർത്താവിനെ കാണാനില്ല, എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി, എന്നാ സംഭവിച്ചെന്നറിയത്തില്ല, എന്നെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്ന അറിയത്തില്ല, ഭയഭൂലതയോട് നിൽക്കുക. അവിടെ 2 മക്കളുണ്ട്, ഗ്രഹണി പിടിച്ചിരിക്കുന്ന 2 മക്കൾ, അലക്സാണ്ടറും റൂഫസും. ആമേൻ. ഇരുണ്ട വെളിച്ചത്തിൽ കൂടി ദൂരെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വരുന്നുണ്ട്. ആമേൻ. കുറിയനക്കാരുടെ ഭാര്യ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലായി തന്റെ ഭർത്താവാണ്. ശരീരം മുഴുവനും ചോര വീണ് കിടക്കുകയാ. ആമേൻ. തന്റെ ഭാര്യ കുറിയന ശീമോനോട് ചോദിച്ചു, അച്ഛാ ആരാ അച്ഛൻ അടിച്ച് പറ, അച്ഛൻ ആരാ വെട്ടിയത്? ശീമോന്റെ മറുപടി ഇതാ, മുറിവേറ്റ ഞാനല്ല, മുറിവേറ്റത് വേറൊരുവൻ, അവന്റെ രക്തം വീണത് എന്റെ മേലാണ്. മുറിവേറ്റത് യേശു, രക്തം വീണത് എന്റെ മേൽ, എന്റെ മേൽ അവന്റെ രക്തം വീണു. ഭാവേന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം അത് എന്റെ മേൽ വീണു, എന്റെ മേൽ വീണു, എന്റെ മേൽ വീണു. ആ രക്തവുമായി കുറിയനക്കാരൻ ശീമോൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഗ്രഹണി പിടിച്ചിരുന്ന 2 കുഞ്ഞുങ്ങളുടെ കടുങ്കെട്ട് പൊട്ടി. ബൈബിൾ ക്രിസ്തുവിൽ പ്രശസ്തനായവൻ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ, യേശുവിന്റെ രക്തം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ, ഭാവേന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ, നിന്റെ കുടുംബത്തിലെ കടുങ്കെട്ട് ഈ രാത്രി പൊട്ടിമാറുകയാ. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന ദേശവാസികളെ, ഈ മഴ അല്പമല്ലാത്ത തടസ്സം വരുത്തിയിട്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ആ ദേശവാസികളോട്, എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനീതമായി ഓർപ്പിക്കുന്നു. ആമൻ. നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ പരിഹാരം കിട്ടാത്ത വിഷയം, പണം കൊടുത്താൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, ഇന്ന് രാത്രി അവന്റെ രക്തത്തിന്റെ ശക്തിക്ക് പരിഹരിക്കാനായി പറ്റും. രക്തത്താൽ ചെയ്യാം. അവന്റെ രക്തത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഈ രാത്രികളിൽ യേശുവിനോട് തുറന്നു പറ, യേശുവേ നിന്റെ രക്തം എന്റെ മേൽ പതിയണം, നിന്റെ രക്തം എന്റെ മേൽ പതിയണം, നിന്റെ രക്തം എന്റെ മേൽ പതിയണം. നാം നമ്മുടെ ഭാവം ഏറ്റുപറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ യേശുവിന്റെ രക്തം സകല പാപമൊക്കെ അവനെ ശുദ്ധീകരിക്കുന്നു. ആ രക്തത്തിലെ ശക്തി ഇന്ന് രാത്രി നരകത്തിൽ വ്യാപനിക്കുന്നുണ്ട്. യേശു കർത്താവിനെ പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പുതിയ കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്യാനിടയായി. ബൈബിൾ ഇപ്രകാരം വായിക്കുന്നു, അരിമത്തിലെ ജോസഫ് കല്ലറയിൽ കൊണ്ട് യേശുവിന്റെ ശരീരം ശീലകൾ ചുറ്റി അവന് കല്ലറയ്ക്കകത്തടക്കി. പാമേ ഒരു വലിയ കല്ല് ഉരുട്ടി വയ്ക്കാനിടയായി. എടുത്തു വയ്ക്കുകയല്ല, ഉരുട്ടി വെച്ചു. കാരണം അത്ര വലിപ്പമുള്ളൊരു കല്ലായിരുന്നു. എന്നാ ഇനി സന്തോഷിപ്പിക്കുന്ന ഒരു പദം പറയാം. ഉലക മഹാന്മാരുടെ കല്ലറ മുഴുവനും അടഞ്ഞു കിടക്കുക. ആമേ. ഇന്ത്യയെ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കല്ലറ രാജ്യക്കെട്ടിൽ അടഞ്ഞു കിടക്കുകയാ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ കല്ലറ, മഹാത്മാഗാന്ധിയുടെ കല്ലറ രാജ്യക്കെട്ടിൽ അടഞ്ഞു കിടക്കുകയാ. ആമേ. മധ്യപൂർവ്വ ദേശത്ത് ചെന്നാൽ അബ്രഹാമിന്റെ കല്ലറ, ഇസഹാക്കിന്റെ കല്ലറ, യാക്കോബിന്റെ കല്ലറ അടഞ്ഞു കിടക്കുകയാ. എന്നാൽ ലോകത്തിന്റെ മധ്യഭാഗം പാലസ്തീനിൽ ചെന്നാൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അത് മറ്റാരുടെ കല്ലറയല്ല, ഞാൻ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കുന്ന രാജാവായി പിറന്ന യേശുവിന്റെ കല്ലറയാണ്. അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പെന്തക്കോസ്തിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തിയാ. അത് ദൈവമക്കളുടെ ശക്തി ഉയർപ്പിന്റെ ശക്തിയാ. ക്രിസ്ത്യാനിയുടെ ശക്തി ഉയർപ്പിന്റെ ശക്തിയാ. ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ശക്തി കല്ലറയെ തുറന്ന് ഉയർപ്പിന്റെ ശക്തിയാ. ഉയർപ്പിന്റെ ശക്തി രാത്രി വ്യാപരിക്കുക. ഉയർപ്പിന്റെ ശക്തി രാത്രി വ്യാപരിക്കുക. കല്ലറയെ തുറന്ന ശക്തി, അത് കല്ലറയെ തുറന്ന ശക്തി ഇന്ന് രാത്രികൾക്ക് വ്യാപരിക്കുന്നുണ്ട്. എന്നെ ഇവിടെ ഞെട്ടിപ്പിച്ചൊരു പദമുണ്ട്. യേശുവിന്റെ കല്ലറയ്ക്കകത്ത് അടക്കി 3-ാമത്തെ ദിവസം യേശുവിന്റെ അടുക്ക് പിറ്റേ ദിവസം യേശു മരിച്ചതിന് പിറ്റേ ദിവസം
നമ്മളൊക്കെ പറയുന്ന വെള്ളിയാഴ്ചയാണ് യേശു മരിച്ചു വന്ന എന്റെ പഠനത്തിൽ ഞാനത് കണ്ടില്ല. എന്തുമാകട്ടെ ഞാനത് ആമേ നിൽക്കുന്നില്ല. ആമേ യേശു ആമേൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ആമേൻ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പരീശന്മാരും ചേവകരും പറയുന്നൊരു പദമുണ്ട്. ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് കല്ലറ ഈ വിധത്തിട്ടാ പോരാ, കല്ലറ ഉറപ്പിക്കണം. പിലാത്തോസ് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഞാൻ പട്ടാളക്കാരെ തരാം, ഞാൻ പടയാളിയെ തരാം, ഞാൻ ആയുധം പിടിക്കുന്നവരെ തരാം, കല്ലറയെ ആകുവോളം ഉറപ്പിക്കണം എന്നാണ് ഞെട്ടിപ്പിക്കുന്ന പദം. ഞാൻ പറയാ, 3-ാമത്തെ ദിവസം കല്ലറയ്ക്കകത്ത് ഈ ദൈവശക്തി ഇറങ്ങിയപ്പോൾ പിലാത്തോസ് ആകുവോളം ഉറപ്പിച്ച കല്ലറ തുറന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷ പുറത്തു വരാതിരിക്കാൻ, നിന്റെ തലമുറ പുറത്തു വരാതിരിക്കാൻ, നിന്റെ കുടുംബം പുറത്തു വരാതിരിക്കാൻ ആകുവോളം ബന്ധിക്കപ്പെട്ടത് ഞാൻ വായിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പോയൊരു കാര്യം പറയാം. ആമി പിലാത്തോസ് പറയുന്നൊരു പദമുണ്ട്: കല്ലറയെ ആകുവോളം ഉറപ്പിക്കണം. ഇമ്പീര മുദ്ര ഞാൻ തരാം, കൊണ്ട് കുത്തിക്കോ, കല്ലറയെ ഒരു മനുഷ്യൻ തുറത്തില്ല. ഇമ്പീര മുദ്ര എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നത് എന്നറിയാം, എന്തോ ഒരു സംഭവം എന്നാ. സിമ്പിളാ ഞാൻ പറയാം. ഇന്ത്യൻ ഗവൺമെന്റ് വന്ന് ഒരു വീട്ടിൽ ആമി മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആ ഡോർ തുറക്കണമെങ്കിൽ മുദ്ര വച്ചവൻ വരണം. മുദ്ര വച്ചവന് മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ, മറ്റാർക്കും തുറക്കാൻ പറ്റില്ല എന്ന് പിലാത്തോസ് ചിന്തിച്ചെന്നറിയാമോ? എന്നാ പുനരുത്ഥാനം, എന്നാ ഉയർത്തെഴുന്നേൽപ്പ്, എന്റെ ആ മുദ്രയേക്കാൾ ശക്തിയുള്ള ഒരു മുദ്ര ആവി ലോകത്തിലുണ്ടോ എന്ന് ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞ ബുദ്ധി അത്. എന്നാൽ ആവി സ്തോത്രം, തത്വത്തിന്റെ മുദ്രയായ അവൻ തത്വത്തിന്റെ മുദ്രയായവൻ ആവി ഒന്ന് തടവുടൻ എഴുന്നേറ്റപ്പോൾ ലോകത്തിന്റെ മുദ്ര പൊട്ടി, ലോകത്തിന്റെ വിശ്വസിക്കുമെന്ന് പ്രതികരിക്കാൻ തയ്യാറാണ്, വിശ്വസിക്കുമെന്ന് ഇന്ന് രാത്രി പ്രതികരിക്കാൻ തയ്യാറാണ്. ഈ കൺവെൻഷൻ ദേശക്കാർക്ക് മാത്രമല്ല, ഇന്ന് രാത്രിയുടെ കൂടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ നിനക്ക് വേണ്ടി കൂടെ ഞാൻ ദൈവച്ചത്. നിനക്കെതിരെ മുദ്രകൾ ഈ രാത്രി പൊട്ടട്ടെ. പിലാത്തോസ് വലിയ കല്ലറയിൽ തന്റെ മുദ്ര വെച്ചു. എന്നാൽ 3-ാമത്തെ ദിവസം ഉയർപ്പിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ ഈ കല്ല് എവിടെ നിന്ന് ഉരുണ്ടു വന്നുവോ അവിടേക്ക് തന്നെ തിരിച്ചുരുളാൻ തുടങ്ങി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റൂ, ദൈവമക്കളിന്റെ അകത്തുണ്ടോ? ദൈവസഭ വളരാതിരിക്കുക, ശുശ്രൂഷ വെളിപ്പെടാതിരിക്കുക, ജനം വിടിവിക്കപ്പെടാതിരിക്കുക, ശത്രു ഇടുക്കി വെച്ച കല്ലുകൾ എവിടെ നിന്ന് ഉരുണ്ടു വന്നുവോ അവിടേക്ക് തന്നെ ഇന്ന് രാത്രി തിരിച്ചുരുളുന്ന വിശ്വസിന്റെ പത്തുകൾ മാത്രം കരമടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങട്ടെ, രാജാവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങട്ടെ. ഉയർത്തെഴുന്നേറ്റു. ഒന്ന്, രാജാവായി ജനിച്ചവൻ, രാജാവായി തന്നെ ജനിച്ചവൻ. 2, പ്രവാചകന്മാർ പ്രഖ്യാപിക്കപ്പെട്ട രാജാവ്. 3, ഒന്ന് വായിച്ചിട്ടേ ക്രിസ്കോ. ആമീൻ. മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, 2:11. വീട്ടിൽ ചെന്ന് 2:11. ആ വീട്ടിൽ ചെന്ന്
ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ആരാധനയ്ക്ക് യോഗ്യനായ രാജാവ്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ രാജാവ്. ഈ ലോകത്തിലെ രാജാക്കന്മാരിൽ ആദരവ് സ്വീകരിക്കാറുണ്ട്. ജനങ്ങൾ അവരുടെ മുമ്പിൽ നിൽക്കും, തലകുനിച്ച് നിൽക്കും. എന്നാൽ ആരാധിക്കാൻ ഒരുവനേ ഉള്ളൂ, അത് ഞാൻ ആരാധിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ആരാധനയ്ക്ക് അവൻ മാത്രം യോഗ്യൻ. തിരുവെട്ടുവാക്യ വിദ്വാൻമാർ യേശുവിന്റെ കാൽക്കീഴിൽ വീണ് അവനെ നമസ്കരിച്ചു. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ക്രിസ്തോ അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വചന വാക്യങ്ങനെയാണ്: എന്റെ മഹത്വം ഞാൻ മറ്റൊരുവനും, എന്റെ സ്തുതി ഞാൻ വിഗ്രഹത്തിന്, എന്റെ ആരാധന ഞാൻ വിഗ്രഹത്തിന് വിട്ടുകൊടുക്കുകയില്ല. ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. സ്തുതിക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്കും സ്തോത്രത്തിനും അവൻ മാത്രം യോഗ്യൻ, മഹത്വത്തിന് അവൻ മാത്രം യോഗ്യൻ. ദൂതന്മാർ പോലും ആരാധനയ്ക്ക് യോഗ്യനല്ല. നാം ആരാധിക്കുന്ന കർത്താവ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കനകത്തിരിപ്പുണ്ട്. അപ്പോസ്തലൻ പൗലോസ് ശീലാസം സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് കാരാഗ്രഹത്തിന്റെ അകത്തവർ ആരാധിക്കാൻ തുടങ്ങി. അവർ പറയുന്ന ഒരു പദമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച്. കാരാഗ്രഹത്തിന്റെ അകത്തവർ ആരാധിക്കുകയാ. പൗലോസെ എങ്ങനെ നിനക്ക് ആരാധിക്കാൻ പറ്റി? ഞാൻ പലപ്പോഴും പൗലോസെ ചോദിക്കുന്ന ചോദ്യമാ, എങ്ങനെ ആരാധിക്കാൻ പറ്റി? പൗലോസിന് മറുപടി ഇതാണ്: മോനെ, കാരാഗ്രഹം പുറത്താ, എന്റെ ആരാധന എന്റെ അകത്താ. ചങ്ങല പുറത്ത്, ആരാധന എന്റെ അകത്താ. അഭിഹാമം പുറത്ത്, ആരാധന അകത്താ. മുറിവുകൾ പുറത്ത്, ആരാധന അകത്താ. ഇന്ന് രാത്രി അകത്തുള്ള ആരാധന പുറത്തു വെളിപ്പെടുത്താൻ തയ്യാറായ പുറത്തുള്ള എല്ലാവർക്കും അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്തോത്രം ചെയ്യാൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കാൻ. ഇടത്തും വലത്തും ഇരിക്കെ മൗനമായിരുന്നാലും, മുൻപിലെ പിൻപിലിരുന്നവർ മൗനമായിരുന്നാലും, ഇന്ന് രാത്രി എനിക്ക് ആരാധിക്കണം, എനിക്കൊരു സൗഖ്യം വേണം, എന്റെ കടുങ്കൻ കഴിയണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണമെന്ന് വയങ്ങൾ തുറന്നാൽ കരമടിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്ക്. ആരും വായിച്ചു മൗനമായിരിക്കാതെ, ആരും മിണ്ടാതിരിക്കാതെ വയങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി രാജാവായ കർത്താവായ ദൈവത്തിനു മുമ്പാകെ അതിനെ തുറന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരുമിച്ച് വായികൾ തുറന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്, അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ രാജാവാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല എന്നാണ് ചെറുവനായ ദൈവം. രാജാവായി കർത്താവായി യഹൂദ ഗോത്രത്തിലെ സിംഹമായി, അവിധാവിയതിനെ വേരും കൊമ്പമായി, ആർക്ക് വഴിമാറി കൊടുക്കാത്ത സ്വഭാവമുള്ളവനായി അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി കടം കേട്ട് ഒട്ടിക്കുന്ന രാത്രി, അവന്റെ ജീവിതത്തെ ജീവിക്കുന്ന രാത്രി, അതിനെ സൗഖ്യമാക്കുന്ന രാത്രി, നിന്റെ കിടക്കുന്ന പൈശാച ബാധ ആദ്യ പുറത്താക്കുന്ന രാത്രി. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. I'm
രാജാവായി പിറന്ന ക്രിസ്തു അവൻ ഇന്ന് രാത്രി തന്റെ രാജ്യം നിന്നിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ രാജ്യം നിന്റെ അകത്തിറങ്ങി വന്നാൽ ഇരുട്ടിന്റെ കടുങ്കെട്ട് പൊട്ടി മാറും, ഭയത്തിന്റെ കടുങ്കെട്ട് പൊട്ടി മാറും, ശാപത്തിന്റെ കടുങ്കെട്ട് പൊട്ടി മാറും. എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ വണ്ണം പിടിച്ചമർത്തപ്പെടുന്ന ആ ശാപത്തിന്റെ കടുങ്കെട്ട് കൂടെ പഠിച്ചവരെല്ലാം കയറിപ്പോയി, കൂട്ടാളികളെല്ലാം കയറിപ്പോയി, കുടുംബക്കാരെല്ലാം നല്ല സ്ഥിരമാനത്തിലെത്തി. എനിക്ക് മാത്രമല്ലോ ഗതികേട് ചിന്തിച്ച അയ്യോ എന്ന് നിലവിളിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞേ, ഇന്ന് രാത്രി യേശു രാജാവായി നിന്റെ അകത്ത് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ അകത്ത് രാജാവായി ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ അകത്ത് രാജാവായി ഇറങ്ങി വരാൻ, രാജാവായി ഇറങ്ങി വരാൻ. ഈ ശബ്ദം കേൾക്കുന്ന ദേശവാസികളോട് ദൈവത്തിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ സ്നേഹത്തോട് ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നമാകട്ടെ, ഏത് കടുങ്കെട്ടാകട്ടെ, അതിന് പരിഹരിപ്പാൻ കഴിയുന്ന രാജാവായ ക്രിസ്തു ഇന്ന് രാത്രി സ്നേഹത്തോട് തന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി നീ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് രാത്രി ഇവിടേക്ക് കടന്നു വരുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന പക്ഷം നിങ്ങൾക്ക് വേണ്ടി കത്തുദാസന്മാർ പ്രാർത്ഥിക്കും. അല്ല വരാൻ ജീവിതത്തെ ലജ്ജ തോന്നുന്നു എന്ന് തോന്നുന്നവർ തൊട്ടടുത്ത് ഇവിടെ ഒരു ദൈവസഭയുണ്ട്, അവിടെയുള്ള ദൈവദാസനുമായി നിങ്ങൾ ബന്ധപ്പെടുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവരാജ്യമാകാൻ പോകുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ദേശവാസികളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്ന അവസരം തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയും. ദൈവം നമ്മെ താഴ്മ